PSC ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളേവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ വീണ്ടും LP UP ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ്സാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ബാലകൃഷ്ണൻ സാറിൻ്റെ ഗൈഡുമായി ബന്ധപ്പെട്ട് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ടീച്ചർ ഇൻ്റർവ്യൂവിൽ വരാവുന്ന സാധാരണ ചോദ്യങ്ങളും അവയ്ക്ക് നൽകേണ്ട ഉത്തരങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുകൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഇതിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് ടീച്ചറാകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതല്ല എങ്കിൽ അധ്യാപന ജോലിയോട് താല്പര്യം തോന്നാൻ കാരണം എന്താണ്? ഈ ഒരു ചോദ്യം മിക്കവാറും എല്ലാ ഇൻ്റർവ്യൂവിലും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഈ ജോലിക്ക് എത്രമാത്രം യോഗ്യരാണ് എന്ന് നമുക്ക് ഇൻ്റർവ്യൂ ബോർഡിന് അറിയാനായിട്ട് ഈ ഒരൊറ്റ ചോദ്യം മതി. എല്ലാ ഉദ്യോഗാർത്ഥികളും നൽകുന്ന സാധാരണ ഉത്തരങ്ങൾ കേട്ട് ശീലിച്ചവരായിരിക്കും മിക്കവരും ആ ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉത്തരങ്ങളിൽ വ്യത്യസ്തതയും അതുപോലെ തന്നെ വ്യക്തതയും വേണം എന്നുള്ളതാണ് ഈ ചോദ്യത്തിന് നമുക്ക് പറയാനുള്ളൊരു കാര്യം. തെറ്റായിട്ട് നമുക്ക് എല്ലാവരും നൽകുന്ന ഉത്തരങ്ങളാണ്, എനിക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇഷ്ടമാണ്, ചെറിയ കുട്ടികളെ ഇഷ്ടമാണ്, അധ്യാപനം എന്നുള്ള പ്രൊഫഷൻ എനിക്കിഷ്ടമാണ്, ചെറുപ്പം മുതലേ എനിക്ക് ടീച്ചറാവാൻ ആഗ്രഹമുണ്ട്, കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇങ്ങനെയുള്ള ഉത്തരങ്ങളെല്ലാം ക്ലീഷേ ഉത്തരങ്ങളാണ് അല്ലേ? ഇതിൽ നിന്നും വ്യത്യസ്തമായി എങ്ങനെയായിരിക്കും നമുക്ക് ഉത്തരങ്ങൾ നൽകേണ്ടത്? നമുക്കിതിൽ പറയുകയാണെങ്കിൽ ഒരു അനുഭവം വെച്ച് തുടങ്ങാം. നിങ്ങൾക്ക് ഒരു ടീച്ചറാവാൻ നമുക്ക് തോന്നിച്ച എന്തെങ്കിലും ഒരു അനുഭവം, നമ്മുടെ ചെറുപ്പകാലങ്ങളിലോ വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ ഉണ്ടായ ഒരു അനുഭവം ഇതിൽ ഉൾക്കൊള്ളിക്കാം. എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത് വ്യത്യസ്തമായൊരു അനുഭവത്തെക്കുറിച്ചാണ്. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ എനിക്ക് ചെറുതായിട്ടൊരു വായന ദൗർബല്യം ഉണ്ടായിരുന്നു, ഒരു ഡിസ്ലെക്സിയ പോലെ. അപ്പോൾ വായനയോട് താല്പര്യം കുറവായിരുന്നു. എങ്കിൽ ആ കാലത്താണ് 5ാം ക്ലാസ്സിലെ എനിക്കൊരു ടീച്ചറുടെ പേര് പറയാം. ആ ടീച്ചർ എനിക്ക് ചെറുകഥകൾ അടങ്ങുന്ന ചിത്രകഥകളും എല്ലാം അടങ്ങുന്ന ബാലമാസികകൾ ടീച്ചർ കൊണ്ടുവന്ന് തരും. അത് ടീച്ചർ ഞങ്ങളെ എല്ലാവരും കേൾക്കെ വായിച്ചു കേൾപ്പിക്കും. അങ്ങനെ ആ പുസ്തകങ്ങളോട് എനിക്ക് താല്പര്യം തോന്നി. അങ്ങനെ എൻ്റെ അടക്കം പല കുട്ടികളുടെയും വായന രുചി ഇത് വർദ്ധിപ്പിക്കാൻ കാരണമായി. പിന്നീട് ഞങ്ങൾ കുട്ടികൾ സ്വയം ലൈബ്രറിയിൽ പോയി വിവിധ വിഭാഗങ്ങളിലുള്ള പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. എന്നിൽ യഥാർത്ഥത്തിൽ വായനാശീലം വളർത്തിയെടുത്തത് ആ ടീച്ചറായിരുന്നു. അന്നു മുതൽ തന്നെ ആ ടീച്ചറെ പോലെ എനിക്കും മറ്റു കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും പുതിയ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാനും കഴിവുള്ള ഒരു ടീച്ചറായി വളരാനായിട്ട് ആഗ്രഹം തോന്നി. ഈ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർ കുറച്ചുകൂടി ഒരു ഇംപ്രസ്ഡ് ആയിരിക്കും. ഇതേ അനുഭവം തന്നെയല്ല, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുണ്ടായിട്ടുള്ള ഏതെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ഒരു ഉത്തരം നൽകിയത് കൊണ്ട് തന്നെ തനിക്കുണ്ടായിരുന്ന ഒരു കുറവിനെ നമ്മൾ അവിടെ പറയുകയാണ്. ആ ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ സത്യസന്ധമായിട്ട് നമ്മൾ അവിടെ പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു, അതുപോലെ തന്നെ ടീച്ചറെ ഇത്തരമൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന എന്നെ കൈപിടിച്ച് ഉയർത്തിയ ആ ടീച്ചറോടുള്ള ബഹുമാനം, അതുപോലെ തന്നെ ടീച്ചർ നൽകിയ ചെറുകഥ, ബാലചിത്രകഥ എന്നിവയിലൂടെ വളർന്ന് ഇപ്പോൾ ഒരു വലിയ തിരക്കേടില്ലാത്തൊരു വായനാശീലം ആ ഉദ്യോഗാർത്ഥിക്ക് ഉണ്ട് എന്നുള്ളതെല്ലാം ഇതിലൂടെ, ഈ ഒരൊറ്റ ഉത്തരത്തിലൂടെ ആ ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ വെളിവാക്കപ്പെടുകയാണ്. അടുത്തതായിട്ട്, എന്താണ് നിങ്ങളുടെ വിദ്യാഭ്യാസ ദർശനം, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ നിങ്ങൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്, വിലയിരുത്തുന്നത് എന്നിങ്ങനെയെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ വീക്ഷണം എന്താണ് എന്നും ചോദിക്കാം. ഇതിനെല്ലാം തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസ രീതികൾ, വീക്ഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ എന്നിവയെല്ലാം ഈ ഉത്തരങ്ങളിൽ ഉൾക്കൊള്ളിക്കാം.
നിങ്ങൾക്ക് അറിയുമെങ്കിൽ മാത്രം അവരുടെ കോട്ടിങ്ങുകൾ ഉൾപ്പെടെ അവിടെ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ മാനവ നിർമ്മാണം, സാമൂഹിക പരിഷ്കരണം, ജ്ഞാന നിർമ്മാണം, ഉത്തമ പൗരരെ വളർത്തിയെടുക്കൽ, രാഷ്ട്ര നിർമ്മാണം തുടങ്ങിയവയാണ്. അധ്യാപനം എന്ന് പറയുന്നത് ഒരു കലയാണ്, ശാസ്ത്രമാണ്. അതിൽ നല്ലൊരു ഒരു സംഘാടകയായിരിക്കണം ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്നത്. പിന്നെ അതുപോലെ തന്നെ അധ്യാപകൻ അറിവ് പകർന്നു നൽകുന്ന, പഠിക്കാനായി പഠിപ്പിക്കുന്ന സുഹൃത്തും ഒരു സഹായിയും ഒരു കൈത്താങ്ങുമായിരിക്കണം എന്നുള്ളതെല്ലാം ഇതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിഷയത്തേക്കാൾ പ്രധാനം ശിശുവാണ് എന്ന് റൂസോ പറഞ്ഞിട്ടുണ്ട്. ഈ വാക്കുകൾ ഇവിടെ നമുക്ക് കോട്ട് ചെയ്യാവുന്നതാണ്. കാരണം ശിശു ഒരു പുസ്തകമാണ്, അധ്യാപകൻ അതിൻ്റെ ഓരോ പേജും വായിക്കണം എന്ന റൂസോയുടെ ദർശനമാണ് ഞാൻ പിന്തുടരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഉൾക്കൊള്ളിക്കാവുന്ന മറ്റൊന്നാണ് സമൂഹത്തിലെ എല്ലാതരം കുട്ടികളെയും, പരിഗണന അർഹിക്കുന്നവരെയും പിന്നോക്കക്കാരെയും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് നമ്മൾ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിദ്യാഭ്യാസ രീതിയോട് എനിക്ക് പൂർണ്ണമായും യോജിപ്പാണ്. അതുപോലെ തന്നെ ജ്ഞാനനിർമ്മിതിവാദം എന്ന ആശയം പിന്തുടരുന്നതാണ് കൂടുതൽ താല്പര്യമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് എന്ന് ഉൾക്കൊള്ളിക്കാം. കാരണം കുട്ടികളെ പഠിപ്പിക്കുകയാണ് അധ്യാപികമാർ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടിൽ വന്ന മാറ്റങ്ങൾ ഈ ആശയം ഊന്നുന്ന, അതായത് ജ്ഞാനനിർമ്മിതിവാദത്തിന് മുൻതൂക്കം നൽകുന്ന പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ ഇതെല്ലാം അറിയുമെങ്കിൽ ഇവിടെ ഈ ഉത്തരത്തിനോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥിക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഇത്തരം ഒരു ഉത്തരം നൽകുമ്പോൾ തന്നെ ഇൻ്റർവ്യൂ ബോർഡിന് മനസ്സിലാവും ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അതുപോലെ ജ്ഞാനനിർമ്മിതിവാദത്തെക്കുറിച്ച്, റൂസോയുടെ ആശയങ്ങളെക്കുറിച്ചെല്ലാം ബോധവതിയായ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപികയാണ് തനിക്ക് മുമ്പിൽ ഇരിക്കുന്നത്. മൂന്നാമതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യം, ഒരു നല്ല അധ്യാപകനാകാൻ കുട്ടികളെ എത്രത്തോളം മനസ്സിലാക്കേണ്ടതുണ്ട്? അധ്യാപനത്തിൽ അധ്യാപകൻ കുട്ടികളെക്കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കണം. പ്രധാനമായും കുട്ടികളുടെ പഠനശൈലി വ്യത്യസ്തമായിരിക്കും. ഓരോ കുട്ടികളുടെയും പഠനശൈലിയും അഭിരുചിയും പഠന സന്നദ്ധതയും അവരുടെ മുന്നിലെ തടസ്സങ്ങളും വ്യക്തിത്വ പ്രശ്നങ്ങൾ, സാമൂഹിക സാഹചര്യങ്ങൾ, വ്യക്തിബന്ധങ്ങൾ എന്നിവയെല്ലാം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം അധ്യാപകൻ അറിഞ്ഞിരിക്കണം. നിങ്ങൾ മുൻപ് വിദ്യാഭ്യാസം പഠിപ്പിച്ചിട്ടുള്ളൊരു പരിചയമുള്ള ടീച്ചറാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സുകളിൽ മുൻപ് എപ്പോഴെങ്കിലും ഒരു കുട്ടി ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അഭിമുഖീകരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഇതുപോലെ നിങ്ങൾ അഭിമുഖീകരിച്ച് അതിന് നിങ്ങൾ ഒരു പരിഹാരം കാണുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അനുഭവം ഇവിടെ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികൾ നിങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നു, ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ഇവിടെ പ്രസക്തമായ ഒന്നാണ്. എന്തുകൊണ്ടാണ് നിങ്ങളൊരു സർക്കാർ സ്കൂളിൽ അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്നത്? ഇതും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. തെറ്റായിട്ട് പറയാവുന്ന ഉത്തരങ്ങളാണ് സർക്കാരാണ് ഏറ്റവും വലിയ തൊഴിൽ ദാതാവ്, സർക്കാർ സ്കൂളിൽ ശമ്പളം കൃത്യമായിട്ട് കിട്ടും, ജോലി സ്ഥിരത, ഇതെല്ലാം മുൻപ് പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലീഷേ ഉത്തരങ്ങളാണ്. എങ്കിൽ ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ ചേരുന്ന ഭൂരിഭാഗം പേരും ദരിദ്ര, ഇടത്തരം, മധ്യവർഗ കുടുംബങ്ങളിലെ കുട്ടികളാണ്. അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഒരു ഗവൺമെൻറ് അധ്യാപിക എന്ന നിലയിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും താഴെത്തട്ടിലെ ആളുകളെ ഓരോ ആശയങ്ങളും എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യം ഗാന്ധിജി അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന ഒരു ആശയം നമ്മളെ അറിയിച്ചതിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മറ്റൊരു കാര്യം, നല്ല നിലവാരത്തിലുള്ള സ്കൂളുകളാണ് ഗവൺമെൻറ് വിദ്യാലയങ്ങളെല്ലാം. വളരെ മികച്ച ഇൻ്റർനാഷണൽ സൗകര്യങ്ങളോടുകൂടിയ വിദ്യാലയങ്ങളാണ് എല്ലാം തന്നെ. ഇതിനെല്ലാം കാരണം ഗവൺമെൻറ്റിൻ്റെ കൈറ്റ്, പ്രിസം തുടങ്ങിയ പദ്ധതികളാണ്.
നല്ല നിലവാരത്തിലുള്ള സ്കൂൾ വഴി തീർച്ചയായും നല്ല അധ്യാപന അവസരങ്ങൾ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ഇൻ്റർവ്യൂ ബോർഡിനോട് നമുക്ക് പറയാം. സർക്കാർ സ്കൂളിലേക്ക് എന്നെ ആകർഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്കൂളുകളിലെ അധ്യാപകർ തന്നെയാണ്. എല്ലാ യോഗ്യതാ പരീക്ഷകളും അധിക യോഗ്യതാ പരീക്ഷയും PSC നടത്തുന്ന മത്സര പരീക്ഷയും ജയിച്ച് കടന്നു വരുന്നവരാണ് ഓരോ അധ്യാപകരും. അതുകൊണ്ട് തന്നെ അവരുടെ നിലവാരം മികച്ചതായിരിക്കും. കൂടെ പ്രവർത്തിക്കുക വഴി ആ ഒരു നിലവാരത്തിൽ എത്തിച്ചേരാൻ എനിക്കും സാധിക്കും എന്നുള്ളതെല്ലാം സർക്കാർ വിദ്യാലയങ്ങളിൽ എന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ താല്പര്യമുളവാക്കുന്ന കാര്യങ്ങളാണ് എന്നിവിടെ പറയാം. അവസാനമായി ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന ചോദ്യം നമ്മൾക്ക് നേരിടേണ്ടി വരികയാണെങ്കിൽ കേവലം ഒരു LP UP ടീച്ചർ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഇല്ല എന്ന ഒരു ഉത്തരം ഒരിക്കലും നമ്മിൽ നിന്ന് വരരുത്. കാരണം ഇത്തരം ഒരു ചോദ്യം ഉന്നയിക്കുകയാണെങ്കിൽ നാം മുമ്പ് പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകളും യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടും എല്ലാം ഉൾക്കൊള്ളിക്കാം. ഓരോ കമ്മിറ്റി റിപ്പോർട്ടുകളും ഓരോ കമ്മീഷനുകളും പുതിയ പുതിയ നൂതന ആശയങ്ങളാണ് കൊണ്ടുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശയങ്ങൾ വിദ്യാഭ്യാസത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആശയങ്ങളോടൊപ്പം എന്തെല്ലാം നമുക്ക് നമ്മളുടേതായ ആശയങ്ങൾ എന്തെല്ലാം ഉൾപ്പെടുത്താം എന്ന് ഈ ഉത്തരത്തിൽ നമുക്ക് പറയാവുന്നതാണ്. ജ്ഞാനനിർമ്മിതിവാദമോ ഭാഷയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ, പുതിയതായി എന്തെല്ലാം ആശയങ്ങൾ കുട്ടികൾക്കായി മുന്നോട്ട് വയ്ക്കാം എന്നുള്ളതെല്ലാം ഇവിടെ ഓരോരുത്തരുടെയും സ്വന്തമായ ഓരോ ആശയം ഇവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം പുതിയതായി വന്നിട്ടുള്ള ടെക്സ്റ്റ് പാഠപുസ്തക പരിഷ്കരണത്തെക്കുറിച്ച് അതിൽ ഇനിയും ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അതല്ല നമുക്ക് ആശയങ്ങൾ, പ്രവർത്തന രീതികൾ എന്നിവ ഏതെല്ലാം ഒരു അധ്യാപിക എന്ന നിലയിൽ ക്ലാസ്സിൽ പുതുതായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നെല്ലാം തന്നെ നമ്മുടെ കൃത്യമായ സ്പഷ്ടമായ ഉത്തരങ്ങൾ എഴുതി വെച്ച് പുതിയ ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് പഠിച്ചിരിക്കണം. കാരണം ഇത്തരം ഒരു ചോദ്യം എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു വിദ്യാലയത്തിൽ, ഒരു വിദ്യാഭ്യാസ സമൂഹത്തിൽ ആസ് എ ടീച്ചർ നിങ്ങളുടേതായ എന്തെല്ലാം പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമായതിനാൽ അതിന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തമായ ഉത്തരങ്ങൾ എഴുതിയുണ്ടാക്കുകയും നമ്മൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പഠിച്ച ഓരോ ആശയവും ഓരോ കമ്മീഷനുകളും ഓരോ കമ്മിറ്റി റിപ്പോർട്ടുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മികച്ച ഒരു ഉത്തരം പറയാനായി തയ്യാറാവുകയും വേണം. ഇതെല്ലാമാണ് വിദ്യാഭ്യാസവുമായി ഒരു ഇൻ്റർവ്യൂവിൽ ഒരു LP UP ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഇതെല്ലാം തന്നെ ഗൈഡിൽ നിന്നെടുത്ത ചോദ്യങ്ങളും അതിൽ എൻ്റേതായ ഉത്തരങ്ങൾ ഉൾച്ചേർത്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങളും നോട്ട് ബുക്കിൽ എഴുതി അതിൽ എന്തെല്ലാം കൂടുതൽ ഉൾക്കൊള്ളിക്കാമെന്നുള്ളത് ആലോചിച്ച് ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിലെത്താൻ. ഓൾ ദ ബെസ്റ്റ്. നന്ദി.